സംസാരത്തിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ചിദംബരം. അയാളിൽ നിന്നാണ് നമ്മൾക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമ ഉണ്ടാകുന്നത്. അതിലോട്ട് അജയൻ എങ്ങനെ എത്തിപ്പെട്ടത്? അതിലേക്ക് സൗബിനൊക്കെ അതേപോലെ ഷോൺ എന്ന് പറഞ്ഞിട്ട് ഉണ്ട്, അവരൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ. അപ്പൊ ഷോണ് ആണ് എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെ ചിദംബരത്തിന്റെ ഒരു സിനിമ ഉണ്ട്, അതിലൊരു ഗുഹ സെറ്റ് ചെയ്യണം. ഇവരായിട്ട് സംസാരിക്കുമ്പോഴാണ് അറിയണത് ഇത് കുറച്ച് വലിയൊരു പരിപാടിയാണ്, ഇത് ഗുണാകേവാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന ഒരു സാധനം ശരിക്ക് കിട്ടാൻ ഭയങ്കര പണിയായിരുന്നു. പിന്നെ നമ്മളത് പല ആൾക്കാരും ഗുണാകേവ് ഒറിജിനലായിട്ട് കണ്ട് അതിന്റെ ഉള്ളിൽ ആ കാലഘട്ടത്തിൽ അറിയാൻ പറ്റും. ഇപ്പൊ ഗൂഗിളിലാണെങ്കിൽ പോലും അതിന്റെ റെഫറൻസ് ഉണ്ട്. നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലം കാണിച്ചിട്ട് പറ്റില്ല. അപ്പോൾ ആ കാലം നമ്മളത് എങ്ങനെ മേക്ക് ചെയ്യാൻ പറ്റും, അതാണ് പിന്നെ അതിന് പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്താനാണ് പിന്നെ സമയം പിടിച്ചത്. കൊടൈക്കനാല് പോയി കണ്ടുവരാം എന്നുള്ളതിലാണ്. അപ്പൊ അവിടേക്ക് പെർമിഷൻ ഇല്ല, ശരിക്കും ഉള്ളിലേക്ക് പെർമിഷൻ ഇല്ല. പിന്നെ അത് ഒരു 10-14 കൊല്ലമായിട്ട് അത് അടച്ചിട്ടിരിക്കുന്ന സാധനമാണ്. അതായത് അതിൽ ഒരുപാട് അപകടങ്ങൾ അതിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ അവിടെ ഫോറസ്റ്റ് കൊടൈക്കനാല് പോയി, ഫോറസ്റ്റ് ഓഫീസിൽ പോയി അവിടെ കാണുമ്പോൾ തന്നെ ഗുണ കേവ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ആ ഇത് പോയി. അതുവരെയുള്ള എന്ത് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാന്നുള്ള പറഞ്ഞിട്ടുള്ള ആ സാധനം എന്തിനാണ് ഗുണ കേവിലേക്ക് പോകുന്നത്?